കോൺഗ്രസിന് വലിയ ശുഭാപ്തി വിശ്വാസം നൽകിയ ഒരു വാർത്തയായിരുന്നു നാഗരാജന്റെ കടന്നുവരൽ. നാഗരാജ് കടന്നു വരുന്നതിലൂടെ ഒരുപാട് നേട്ടങ്ങൾ കൊയ്തെടുക്കാൻ സാധിക്കുമെന്ന് കോൺഗ്രസ് കണക്ക് കൂട്ടിയിരുന്നു. പക്ഷേ അതൊക്കെ കാറ്റിൽ പറത്തിക്കൊണ്ട് നാഗരാജ് തന്നെ BJP നേതാവിനോടൊപ്പം മുംബൈയിലേക്ക് പറയാതെ പറന്നുപോയി. ഒരു കാര്യം പറയുകയാണ് കർണാടകയിലെ കോൺഗ്രസിനോട്, അവരെടുക്കേണ്ട നിലപാടിനോട്. ഇങ്ങനെ കൂറുമാറി ഗത്യന്തരമില്ലാതെ അലഞ്ഞു നടക്കുന്ന കോമാളികളെ നിങ്ങൾക്കെന്തിനാണ്? നാളെ അധികാരത്തിലേറിയതിന് ശേഷവും അവർ കൂറുമാറി വീണ്ടും BJPയിലേക്ക് പോകും. അപ്പോഴും നിങ്ങൾ ശശിയാണ്. വീണ്ടും നിങ്ങൾ ഓപ്പറേഷൻ താമരക്കെതിരെ പോരാട്ടം നടത്തേണ്ടിയിരിക്കുന്നു. അപ്പോഴും സമയം പോകുന്നത് നിങ്ങളുടേതാണ്. അന്തസ്സോടുകൂടി പ്രതിപക്ഷത്തിരിക്കൂ. പ്രതിപക്ഷ നേതാവായി DK ശിവകുമാർ വരട്ടെ. BJPയുടെ നയങ്ങളെ അല്ലെങ്കിൽ BJPയുടെ ഇരട്ടത്താപ്പിനെ തുറന്നു കാട്ടി പൊതുജനങ്ങൾക്കിടയിൽ ഒരു തരംഗം സൃഷ്ടിച്ച് വീണ്ടും കോൺഗ്രസ് JDS സർക്കാർ കടന്നു വരട്ടെ. അല്ലെങ്കിൽ കൂടെ കൂടുന്നവരോട് ഒരൊറ്റ വാക്കേ പറയാൻ പാടുള്ളൂ. ഒന്നെങ്കിൽ അവസാനമായി ഇങ്ങോട്ട് വരിക, അല്ലെങ്കിൽ അങ്ങോട്ട് തന്നെ നിന്നുകൊള്ളുക. കാരണം കൂറുമാറുന്നവരെ വിശ്വസിച്ച് എങ്ങനെ മുന്നോട്ട് പോകും? ഈ ഒരു അവസ്ഥയെ തരണം ചെയ്യാൻ എങ്ങനെ ഇനിയും കോൺഗ്രസിന് JDSന് സാധ്യമാകും? എത്രയോ തവണകളായി നിങ്ങളുടെ കൂടെയുള്ളവരാണ്, നിങ്ങളുടെ ബാനറിൽ ജയിച്ചു കയറിയ ആളുകളാണ് നിങ്ങൾക്കിപ്പോൾ തലവേദനയായി മാറിയിരിക്കുന്നത്. BJPക്കാരല്ല, കൂടെയുള്ളവർ, കൂടെ നിന്ന് ചതിക്കുന്നവർ. അവരെ തിരിച്ചറിയേണ്ടതുണ്ട്. ഇനിയും മുംബൈയിലെ റിസോർട്ടുകളിൽ പോയി, ഹോട്ടലുകളിൽ പോയി എത്ര കാലം നിങ്ങൾക്ക് അവരെ കൊണ്ടുവരാൻ സാധിക്കും? ഈ ഒരു പ്രതിസന്ധിയിൽ മാത്രമായി ഒതുങ്ങിപ്പോവുകയില്ല. വീണ്ടും പണക്കെട്ടുകൾ വരുമ്പോൾ, ഓഫറുകൾ വരുമ്പോൾ, അധികാരമോഹങ്ങൾ വരുമ്പോൾ വീണ്ടും അവർ നിങ്ങൾക്ക് നേരെ വിരൽ ചൂണ്ടുക തന്നെ ചെയ്യും. അന്ന് നിങ്ങളുടെ സമയം കളഞ്ഞു പോകുമെന്നല്ലാതെ മറ്റൊരു മാറ്റവും കർണാടകയിൽ സംഭവിക്കാൻ പോകുന്നില്ല. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് MDV നാഗരാജിന്റെ ഇന്നത്തെ തീരുമാനം. ആ തീരുമാനം എന്തായാലും തെറ്റാണ്. കോൺഗ്രസിനോട് ഒരു കാര്യം പറയുകയാണ്, പ്രതീക്ഷകളുണ്ട്, പക്ഷേ പറയുകയാണ്, എല്ലാം കൈവിട്ടു പോയാൽ ആണത്തത്തോടെ പ്രതിപക്ഷത്തിരിക്കാൻ നിങ്ങൾക്ക് സാധിക്കും. കാരണം BJP നീട്ടിവെച്ച അധികാരത്തിന് മുന്നിൽ, പണക്കെട്ടുകൾക്ക് മുന്നിൽ നോ പറഞ്ഞവർ ഇന്നും കോൺഗ്രസിലുണ്ട്. അവരെ വിശ്വസിച്ച് നിങ്ങൾക്ക് പ്രതിപക്ഷത്തിരിക്കാം. BJP വേട്ടയാടൽ തുടങ്ങിയിരിക്കുകയാണ്. അവരുടെ ആഗ്രഹം, അവരുടെ ലക്ഷ്യം ഏകാധിപത്യമാണ്. നിങ്ങളുടെ ലക്ഷ്യം ജനാധിപത്യമാണ്. ജനാധിപത്യത്തെ നിങ്ങൾ കൈവെള്ളയിൽ കൊണ്ടു നടക്കുമ്പോൾ അതിനെതിരെ വിരൽ ചൂണ്ടാൻ അവർ തയ്യാറായി മുന്നോട്ട് വരുമ്പോൾ നിങ്ങളുടെ കൂടെ വിരൽ ചൂണ്ടാൻ യഥാർത്ഥ കോൺഗ്രസുകാർ ഇപ്പോൾ കൂടെയുണ്ട്. അവരെ വിശ്വസിച്ച് പ്രതിപക്ഷത്തിരിക്കൂ. DK അവരെ നയിക്കട്ടെ. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള.